നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിലുള്ള പാചകവാതക സിലിണ്ടർ 12 ഉയർത്തി. CPM നിരാഹാര സമരം പിൻവലിച്ചു. സർക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥ, 2000 കോടി രൂപ ലാപ്സ് ആകുന്നുവെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. കൈനഗിരി കുട്ടമംഗലം വള്ളപ്പുരക്കൽ വീട്ടിൽ വത്സമ്മ ടീച്ചറുടെ കവിത CBSE പാഠ്യപദ്ധതി. വാർത്തകൾ വിശദമായി. CPM നേതൃത്വത്തിൽ നടത്തിവന്ന വിലക്കയറ്റ വിരുദ്ധ നിരാഹാര സമരം അവസാനിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് CPM പ്രവർത്തകർ നിരാഹാരം കിടന്നവർക്ക് നാരങ്ങാവെള്ളം നൽകിയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. സബ്സിഡി നിരക്കിൽ 12 സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ആലപ്പുഴ നഗര ചത്തുരത്തിൽ നടത്തിവന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായി ഓപ്പൺ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ബിജു എക്സ് മലയിൽ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ഏരിയ സെക്രട്ടറി KK ജയമ്മ, E രാജമ്മ, VK മേദിനി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് പാചകവാതകം ഉപയോഗിക്കുന്ന 14 കോടി ആളുകളുണ്ട്. ഈ 14 കോടി ആളുകൾ 2.3 കോടി ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ ആധാർ ലഭിച്ചിട്ടുള്ളത്. ആധാറുമായി പോയാൽ അല്ലെങ്കിൽ ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാചകവാതകത്തിന്റെ സബ്സിഡി ബാങ്കുകളിലേക്ക് വരുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ധരിപ്പിക്കുന്നത്. പുളുങ്കുന്നിൽ സമരം പിൻവലിക്കൽ പ്രഖ്യാപനത്തിൽ 100 കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് എത്തിയിരുന്നു. പുളുങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റാണിമോൾ അനിൽകുമാർ നാരങ്ങാവെള്ളം കുടിച്ചാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. വിവിധ സർക്കാർ വകുപ്പുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം വികസന പ്രവർത്തനങ്ങൾക്കായുള്ള 2000 കോടി രൂപ പാഴാകുന്നതായി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. നഷ്ടം നിർണ്ണയിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം 1000 കോടി രൂപയാണ് പാഴാകുന്നത്. തട്ടിക്കൂട്ടി അടങ്കൽ ഉണ്ടാക്കുന്നതാണ് ഇതിന് കാരണം. PMGSY പദ്ധതിയുടെ 450 കോടി രൂപയും ഈ വർഷം നഷ്ടപ്പെടും. ഫണ്ടുകൾ ലാപ്സാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫെബ്രുവരി 1 കുട്ടനാട് പാക്കേജ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് 5 കേരള സ്റ്റേറ്റ് റൂറൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി, PR അശോക് കുമാർ, മുഹമ്മദ് ഇസ്മായിൽ, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവെ തന്നെ അത് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ആക്ഷേപമുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു വഴിപാടായി നടത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. പ്രധാന കാരണം ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുക, അത് ഫണ്ട് ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുക, ഇതൊക്കെ അല്ലാതെ അതെങ്ങനെ ഫലപ്രദമായി ചെലവഴിക്കുന്നു എന്ന് ഉള്ള ഒരു ശരിയായ പരിശോധന ഇല്ലാത്തതാണ് യഥാർത്ഥ കുറ്റവാളികൾ അവിടെ രക്ഷപ്പെട്ടു പോകുന്നതിന് കാരണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് കുട്ടനാട് പാക്കേജ്. കുട്ടനാട് പാക്കേജിലെ ഇപ്പോൾ 2008 അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത്. 2008 തുടങ്ങിയ പണികൾ പോലും പലതും പൂർത്തിയായിട്ടില്ല. ഇവിടെ പയലിൻ്റെ നീളം 7 മീറ്റർ എന്ന് ഇവരെഴുതി അയച്ചു. അത് പാസ്സായി വന്നപ്പോൾ 6 മീറ്റർ, അങ്ങനെയൊക്കെ ആ രീതിയിൽ വന്നു. അവസാനം പണി ചെയ്തപ്പം അത് പയൽ അപര്യാപ്തമെന്ന് കണ്ടു. പിന്നെ അതിന് 6 ഇതുവരെ 6 പാസ്സാക്കി അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. 6-7 ക്ലാസുകളിലെ CBSE പാഠപുസ്തകത്തിൽ കൈനഗിരി കുട്ടമംഗലം വള്ളപ്പുരക്കൽ വീട്ടിൽ വത്സമ്മ ടീച്ചറുടെ കവിതകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു. കുരുന്നു ചിന്തകൾക്ക് കവിതയുടെ നറുനിലാവ് ഒരുക്കുകയാണ് കുട്ടനാട്ടുകാരിയായ വത്സമ്മ ടീച്ചർ. CBSE ഭാഷാമൃതം പാഠപുസ്തകത്തിൽ കുഞ്ഞുങ്ങൾക്കായി ഒരു അക്ഷര വിരുന്നില ഒരുക്കിയിട്ടുണ്ട് ടീച്ചർ. വീണു കിട്ടുന്ന ഇടവേളകളിൽ എഴുതിയ നിരവധി കവിതകൾ പുറം ലോകം കാണാതെ കാത്തിരിക്കുകയായിരുന്നു. നിലത്തെഴുത്തും കുട്ടികൾക്ക് ട്യൂഷനുമൊക്കെയായി 25 വർഷത്തോളമായി ടീച്ചർ അധ്യാപന രംഗത്തുണ്ട്. ഡൽഹിയിൽ നിന്നുമെത്തിയ ബന്ധുക്കളും സൗഹൃദങ്ങളുമാണ് ടീച്ചറുടെ കവിത കണ്ടെത്തിയതും പ്രോത്സാഹിപ്പിച്ചതും. എന്നാൽ CBSE അധികൃതർക്ക് ബന്ധുക്കൾ അയച്ചു കൊടുത്ത കഥയൊന്നും ടീച്ചർ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെ കവിത പ്രസിദ്ധീകരിച്ച പുസ്തകവും റോയൽറ്റിയുമായി CBSE അധികൃതർ വീട്ടിലെത്തിയപ്പോഴാണ് ടീച്ചറും നാട്ടുകാരും കവിതയുടെ കഥയറിഞ്ഞത്. കുഞ്ഞു കൂട്ടുകാർക്ക് പാടി രസിക്കാനും ചൊല്ലി പഠിക്കാനും
വായിച്ചു വളരാനും ഉതകുന്ന നിരവധി കവിതകളുണ്ട് ടീച്ചറുടേതായി. CBSEയുടെ ഭാഷാമൃതം മലയാള പാഠാവലിയിലാണ് വത്സമ്മ ടീച്ചറിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വത്സമ്മ ടീച്ചർ എന്ന ഈ കുട്ടനാട്ടുകാരി ഇന്ത്യയിൽ എവിടെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടുകയാണ്. 2 മക്കളും കർഷകനുമായ ഭർത്താവുമടങ്ങുന്നതാണ് ടീച്ചറുടെ കുടുംബം. കുരുന്ന് ചിന്തകൾക്ക് കവിതയുടെ നിറനിലാവൊരുക്കുകയാണ് കുട്ടനാട്ടുകാരിയായ വത്സമ്മ ടീച്ചർ. CBSE ഭാഷാമൃതം സിലബസിൽ 6-7 ക്ലാസ്സുകളിലായി 2 കവിതകളാണ് ടീച്ചറുടെ വകയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ടീച്ചർ ഏകദേശം എത്ര വർഷമായിട്ട് കവിത എഴുതുന്നുണ്ട്? ഞാൻ ചെറുപ്പം മുതലേ എഴുതുമായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ എഴുതിയതൊക്കെ കീറിക്കളയുകയൊക്കെ ചെയ്ത് ആരെയും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ കൊടുത്തതും പബ്ലിക്കേഷനായിട്ട് ഒരുങ്ങുന്നതൊക്കെ. ഡൽഹിയിലെ സരസ്വതി ഓഫീസിൽ CBSE സ്കൂളിൽ 6ാം ക്ലാസ്സിൽ. ടീച്ചർ ഇവിടെ കുട്ടികളെ നിലത്തെഴുത്ത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഞാൻ ഇവിടെ 10-25 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിവിടെ വന്നപ്പോൾ മുതലേ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. നഴ്സറി പോലെ കളരി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വൈകിട്ട് ട്യൂഷൻ എടുക്കും. 5ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ ട്യൂഷൻ എടുത്താൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേരുടെ സമഗ്രമായ വികസനമാണ് ഞാൻ ഇതിനകത്തോട് ഉദ്ദേശിക്കുന്നത്. കവിത എഴുതുമ്പോഴും അത് തന്നെ എൻ്റെ ഉദ്ദേശം. കുട്ടികൾക്ക് ചൊല്ലി പഠിക്കാനുള്ള കവിതകളും ടീച്ചർ തന്നെയാണ് എഴുതുന്നത്? അതെ, ഞാൻ പല പാട്ടുകളും പിള്ളേരെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുന്ന കേരളമാകെ തന്നെ ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. കേരളമാകെ അണിഞ്ഞൊരുങ്ങി മാവേലി മന്നൻ്റെ വരവും കാത്ത് പൊട്ടിട്ടു കമ്മലിട്ടു മാല ചാർത്തി കേരളമാകെ അണിഞ്ഞൊരുങ്ങി ഏതേതു ദിക്കിൽ നിന്നു വരുമെന്ന് ആർക്കും അറിയില്ല. പല ഭാവവേഷത്തിൽ മാവേലി എത്തുമ്പോൾ അടുക്കള ചമഞ്ഞൊരുങ്ങി അടുക്കള അമ്മതൻ കരവേല കാണണമൊന്നുതൻ വിചിത്രമല്ലോ. വെളുപ്പിന് തിറുതിയിൽ അരിഞ്ഞുകൂട്ടി അവിയലിനായി കലമൊരുങ്ങി നിന്നു. സാമ്പാറു പുളിശ്ശേരി പുറകിൽ നിന്നു തോരനും അച്ചാറും താളമിട്ടു. പപ്പടവും വരയും ചെണ്ട കൊട്ടി പായസം മധുരമായി പാട്ടുപാടി. ഓണത്തപ്പാവേഗം ഓണത്തപ്പാവേഗം. വത്സമ്മ ടീച്ചറുടെ മുട്ട എന്ന കവിതയിൽ ജീവന്റെ ഒരു തുടിപ്പുണ്ട്. ആദി ഗർഭപാത്രത്തിന്റെ നിശബ്ദമായ അടയാളപ്പെടുത്തലുകളുണ്ട്. കുഞ്ഞു കവിതകൾ വലിയ കവിതകൾ എന്ന് വേർതിരിക്കാമോ എന്നറിയില്ല. കുഞ്ഞുണ്ണി മാഷിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയാം, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV ന്യൂസ്. കോട്ടയം ജില്ലയിൽ മാലിന്യ സംസ്കരണത്തിനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അജിത് കുമാർ പറഞ്ഞു. ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജലസംരക്ഷണ സന്ദേശ പ്രചാരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഗൃഹ സന്ദർശന പരിപാടികളുടെ ഭാഗമായി ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്കായി ഏകദിന പരിശീലനം നടത്തി. ദേശീയ സമ്പാദ്യ വകുപ്പും ജലവിഭവ വകുപ്പിന്റെ പ്രചാരണ വിഭാഗമായ CDDയുമായി സംയുക്തമായി സമ്പാദ്യ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കോട്ടയം ജില്ലാ കളക്ടർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി മാസം APL വിഭാഗക്കാർക്ക് 8.90 നിരക്കിലും APL സബ്സിഡി വിഭാഗക്കാർക്ക് 2 രൂപ നിരക്കിലും 10 കിലോഗ്രാം വീതം അരി റേഷൻ കടകളിൽ നിന്ന് ലഭിക്കും. BPL വിഭാഗക്കാർക്ക് 1 രൂപ നിരക്കിൽ 25 കിലോഗ്രാം അരിയും 2 രൂപ നിരക്കിൽ 5 കിലോഗ്രാം ഗോതമ്പും ലഭിക്കും. AY വിഭാഗക്കാർക്ക് 1 രൂപ നിരക്കിൽ 35 കിലോഗ്രാം അരി നൽകും. അന്നപൂർണ വിഭാഗക്കാർക്ക് 10 കിലോഗ്രാം അരി സൗജന്യമായി ലഭിക്കും. വൈദ്യുതീകരിച്ച വീടുകൾക്ക് 1 ലിറ്ററും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 4 ലിറ്ററും മണ്ണെണ്ണ ലിറ്ററിന് 17 രൂപ നിരക്കിൽ ലഭിക്കും. ഡിസംബർ മാസത്തെ റേഷൻ പഞ്ചസാര BPL AY കാർഡുകളിലെ ഓരോ അംഗത്തിനും 400 ഗ്രാം വീതം കിലോഗ്രാമിന് 13 രൂപ 50 പൈസ നിരക്കിൽ ജനുവരി 18 വരെ ലഭിക്കും. ഇത് സംബന്ധിച്ച പരാതികൾ ജില്ലാ സപ്ലൈ ഓഫീസറെയോ 1800-43225-1550 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കാം. ദേശീയ സമ്മതിദായക ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജനുവരി 24 പെയിന്റിംഗ് മത്സരവും കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാൾവഴികൾ എന്ന വിഷയത്തിൽ ജനുവരി 23 ക്വിസ് മത്സരം നടത്തും.
പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 048125699994 എന്ന ഫോൺ നമ്പറിലോ ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിൽ നേരിട്ടോ ജനുവരി 22 പേര് രജിസ്റ്റർ ചെയ്യണം. സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമായ സർക്കാർ നിലപാട് തിരുത്തുക, BSNLനെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL ജീവനക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു. BSNL എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ BSNL ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KG ജയരാജ്, K മുരളീധരൻ നായർ, N ഗുരുപ്രസാദ്, D മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ നമ്മുടെ കമ്പാസേറ്റീവ് അപ്പേയ്മെന്റ് ഗവൺമെന്റ് മേഖലയിൽ ഇന്ന് കമ്പാസേറ്റീവ് അപ്പേയ്മെന്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി ഇത് പരിശോധിക്കണം. BSNL സംബന്ധിച്ച് BSNL പുതിയതായി ഒരു ജീവനക്കാരെയും പുതുതായി നിയമിക്കുന്നില്ല. ആ അവസ്ഥയാണുള്ളത്. 84 റിക്രൂട്ട്മെന്റ് ബാൻ ശേഷം BSNL എത്രയോ വളർന്നിരിക്കുന്നു. 50 കോടിയിലധികം കണക്ഷൻ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ BSNL ഇന്നും 2 ലക്ഷം ജീവനക്കാരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. അത് മാറ്റുന്നതിന് ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ കമ്പാസേറ്റീവ് അപ്പോയിന്റ്മെന്റ് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. കുട്ടനാട് താലൂക്ക് തല ഉദ്ഘാടനം താലൂക്ക് ഓഫീസിൽ നടക്കുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ശൈത്യകാല പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവുമായി ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം സ്കൂൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ശാഖായോഗങ്ങളിലും സ്കൂളുകളിലും നടപ്പാക്കുന്ന ഹരിതഗീതം കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂൾ മുറ്റത്തെ കുട്ടികളും അധ്യാപകരും ചേർന്ന് ശൈത്യകാല വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ കൃഷി ചെയ്തത്. 2.5 മാസം മുമ്പ് ആരംഭിച്ച കൃഷി കുട്ടികളുടെ പരിശ്രമവും കാലാവസ്ഥ അനുകൂലമായതും 100 മേനി വിളവ് കൊയ്യുവാൻ സഹായകരമായി. ശൈത്യകാല പച്ചക്കറികൾ കൂടാതെ ചീര, വെണ്ട, തക്കാളി എന്നിവയും കൃഷി ചെയ്തു. ഹരിതഗീതം കോർഡിനേറ്റർമാരായ അജി കിഴക്കേപ്പറമ്പിൽ, VC മണിക്കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹായത്തോടെയാണ് സ്കൂൾ മുറ്റത്ത് കൃഷി ആരംഭിച്ചത്. വ്യാഴാഴ്ച നടന്ന വിളവെടുപ്പ് ഉത്സവം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി SNDP യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി PM ചന്ദ്രൻ, ശാഖാ പ്രസിഡന്റ് TD രമേശ്, സന്തോഷ് ബാബു, സജിത് റോയ്, സാലിച്ചൻ, ഹെഡ്മിസസ് MH പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. ഓൾ കേരള സ്മോൾ സ്കെയിൽ ഫ്ലവർ ആൻഡ് റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുകിട മില്ലുടമകളുടെ മേഖലാ സമ്മേളനം ജനുവരി 19 രാമങ്കരി SNDP ഹാളിൽ വെച്ച് നടക്കും. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അഗസ്റ്റിൻ കരിമ്പുകാല അധ്യക്ഷത വഹിക്കും. തോമസ് ചാണ്ടി MLA മുഖ്യ അതിഥിയായിരിക്കും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അക്ഷയ ഇ സെന്ററിന്റെ സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ തയ്യാറാക്കിയ പ്രചാരക വാഹനം ജില്ലയിൽ പര്യടനം തുടങ്ങി. ജില്ലാ കളക്ടർ N. പത്മകുമാർ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയാണ് വാൻ ആലപ്പുഴയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് പ്ലംബർ തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ 136/2006 തിരഞ്ഞെടുപ്പിനായി 2009 ജനുവരി 27 നിലവിൽ വന്ന റാങ്ക് പട്ടിക ദീർഘിപ്പിച്ച പരമാവധി കാലാവധിയായ 4 വർഷം പൂർത്തിയായതിനാൽ 2013 ജൂലൈ 26 അർദ്ധരാത്രി റദ്ദായി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വഴി നൽകി വരുന്ന സ്വയം തൊഴിൽ പദ്ധതി, പ്രൊഫഷണൽ സർവീസ് പദ്ധതി, വിദേശ തൊഴിൽ വായ്പ, പട്ടികജാതിക്കാർക്കുള്ള ഓട്ടോറിക്ഷ വായ്പാ പദ്ധതി, വിദ്യാഭ്യാസ വായ്പാ പദ്ധതി, പട്ടികജാതിക്കാർക്കുള്ള കമ്പ്യൂട്ടർ വായ്പാ പദ്ധതി എന്നിവയുടെ വരുമാന പരിധി 3,50,000 രൂപയാക്കി ഉയർത്തി. സ്വയം തൊഴിൽ വായ്പയ്ക്കായി അപേക്ഷിക്കുന്നവർ തൊഴിൽരഹിതരും 18-നും 50-നും മധ്യേ പ്രായമുള്ളവരുമാണ്. ആവശ്യമായ ജാമ്യ വ്യവസ്ഥ പാലിക്കണം. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരത്തിനും കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെയും പുളുങ്കുന്ന് JCIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പുന്നക്കുന്നം പുഷ്പഗിരി സബ് സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് സെന്റ് മേരീസ് ഫൊറാന ചർച്ച് വികാരി ഫാദർ ഗ്രിഗറി നടുവിലേടം ഉദ്ഘാടനം ചെയ്തു. JCI സെക്രട്ടറി കാഞ്ഞിക്കൽ മത്തായിച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഷാജി മാത്യൂസ് വാഴയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പുളിങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ S. ബിനു, മോളി അലക്സ്, KP മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. 9 ഡിപ്പാർട്ട്മെന്റുകളിലായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ള പൈപ്പ് ലൈനുകളിൽ ചോർച്ച കണ്ടാൽ അറിയിക്കുന്നതിന് താലൂക്ക് അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകൾ തുറക്കുമെന്ന് ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. വരൾച്ച മുന്നൊരുക്ക നടപടികൾ അവലോകനം ചെയ്യാനായി കളക്ടറിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. ശുദ്ധജല നിർഗമന കുഴലുകളിലെ ചോർച്ച ഉടനടി പരിഹരിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിന് ഉപയോഗപ്പെടുത്താം. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും വില്ലേജ് ഓഫീസർമാർ യഥാസമയം തഹസീൽദാറെ അറിയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. കൺട്രോൾ റൂമുകളുടെ നമ്പർ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അനുവദിച്ച ഫണ്ടിൽ അവശേഷിക്കുന്ന തുക ഉടൻ വിനിയോഗിക്കണമെന്നും കാലതാമസം നേരിടുന്ന പദ്ധതികൾ ഉടനടി പൂർത്തീകരിക്കാനുള്ള ശ്രമം ബന്ധപ്പെട്ടവർ നടത്തണമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ പദ്ധതി പ്രവർത്തന അവലോകന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം കാപ്പ ചുമത്തുന്നത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാവണമെന്ന് കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമ ഉപദേശക ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് V. രാമകുമാർ പറഞ്ഞു. പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിയമം സംബന്ധിച്ച ഫീഡ്ബാക്ക് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് ജനുവരി 23-ന് 2:30 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് അറിയിച്ചു. ഭക്തിയുടെ നിറവിൽ പീലിക്കാവടികൾ ആടി തിമിർത്തപ്പോൾ ഒരായുസിന്റെ ദർശന പുണ്യമായ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം മാറി. പെരുന്ന കിഴക്കുഭാഗം, പടിഞ്ഞാറ്റും ഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വാശിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് തൈപ്പൂയ ഘോഷയാത്രകൾ ഒരുക്കിയത്. വെള്ളിയാഴ്ച രാവിലെ കീഴ്ക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കുഭാഗവും പെരുന്ന വാസുദേവപുരം ക്ഷേത്രത്തിൽ നിന്ന് പടിഞ്ഞാറ്റു ഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കുട്ടികളുടെ കാവടിയാട്ടം ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കാവടി അഭിഷേകം നടന്നു. 100 കണക്കിന് കുട്ടികളാണ് കാവടി ഘോഷയാത്രയിൽ പങ്കെടുത്തത്. തുടർന്ന് 1 മണിയോടെ വാസുദേവപുരം ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറ്റ് ഭാഗത്തിന്റെയും 3 മണിയോടെ മാനടത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കിഴക്കുഭാഗത്തിന്റെയും ഘോഷയാത്ര ആരംഭിച്ചു. പ്രമുഖ ഗജവീരന്മാർ അണിനിരന്ന ഘോഷയാത്രയിൽ തൃശൂർ കാവടി, പെരുമ്പാവൂർ കാവടി, തൃപ്പൂണിത്തറ കാവടി, ആട്ടക്കാവടി, ചോറ്റിക്കാവടി, കെട്ടുകാള, മയൂരനൃത്തം, കരകം, മയിലാട്ടം, തെയ്യം, ഭൂതം, തിറ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും തകിൽ വിദ്വാൻ പളനിവേലും സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ പമ്പമേളവും തെങ്കാശി മുരുകൻ സംഘത്തിന്റെ പമ്പമേളം എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക് ചങ്ങനാശ്ശേരി.
കൈനഗിരി തോട്ടുവാത്തല വേദമംഗലം കുറുപ്പശ്ശേരി ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു. സുമതി നിവാസിൽ പൊന്നപ്പന്റെ വീട്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങൾ നിറപ്പകിട്ടേകി. വിഗ്രഹ വിളംബര ഘോഷയാത്രയോടെ ജനുവരി 13-നാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചത്. തിങ്കളാഴ്ച സമാപിക്കും. പുന്നപ്ര ശ്രീകൃഷ്ണ റാം, ക്ഷേത്രം തന്ത്രി സുരേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേവലം കൃഷ്ണന്റെ കല്യാണം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 10-ന് ധർണ നടത്തും. വെട്ടിക്കുറയ്ക്കുന്നതും നിർത്തലാക്കിയുമായ ഗോതമ്പും മണ്ണെണ്ണയും പുനഃസ്ഥാപിക്കുക, അനാവശ്യമായ അനധികൃത പരിശോധന ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടക്കുന്നത്. കൈനഗിരി തോട്ടുവാത്തല സേക്രഡ് ഹാർട്ട് ചർച്ച് ഗോൾഡൻ ജൂബിലി ആഘോഷം 19-ന് നടക്കും. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ഇനി ചരമ വാർത്തകൾ. ചങ്ങങ്കിഴി മെതിക്കുഴി പുതുവൽ വീട്ടിൽ മേരി ദേവസ്യ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ 2-ന് എടത്വ സെന്റ് ജോർജ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ. നാരകത്ര ശശിവിഹാർ KP തങ്കമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ സബ്സിഡി നിരക്കിലുള്ള പാചകവാതക സിലിണ്ടർ 12 ഉയർത്തി. CPM നിരാഹാര സമരം പിൻവലിച്ചു. സർക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥ. 2000 കോടി രൂപ ലാപ്സ് ആകുന്നുവെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. കൈനഗിരി കുട്ടമംഗലം വള്ളപ്പുരക്കൽ വീട്ടിൽ വത്സമ്മ ടീച്ചറുടെ കവിത CBSE പാഠ്യപദ്ധതിയിൽ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.